വീഡിയോ ഇടാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർ കുറച്ച് ബിസി ആയിപ്പോയി. അതല്ല പ്രോപ്പറായിട്ടൊരു ടൈം എനിക്ക് ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള ടൈമില്ലായിരുന്നു. ഇന്നലെ ആകെ ഒരു എൻട്രി ഇട്ടുള്ളൂ. ഇന്നലെ ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് മാർക്കറ്റായിരുന്നു എനിക്കൊരു പ്രോപ്പർ സെറ്റപ്പ് ഒന്നും കിട്ടിയില്ല ഇവിടെ. അപ്പം ഞാനാണെങ്കിൽ ഇവിടുന്ന് ഈ ഡിമാൻഡ് ബേസ് ബ്രേക്ക് ചെയ്തപ്പം പിന്നെ ഇവിടെ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് താഴോട്ട് വന്നു കഴിഞ്ഞപ്പം ഇവിടുന്ന് ഒരു റിജക്ഷൻ കണ്ടു. ഈ റിജക്ഷനിൽ നിന്ന് ഈ ഡിമാൻഡിൻ്റെ ഹൈ വരെ ടേക്ക് ചെയ്യാമെന്നും പറഞ്ഞ് ഉള്ളൊരു ട്രേഡായിരുന്നു ഇത്. പക്ഷെ അത് ഇൻസ്റ്റൻ്റ്ലി പെട്ടെന്ന് തന്നെ SL അടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ ട്രേഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നമുക്ക് കിട്ടിയില്ല മാർക്കറ്റിൽ. അപ്പോൾ പിന്നെ ഇന്നത്തെ ട്രേഡ് ലോസിലാണ് ബുക്ക് ചെയ്തത്. ഏകദേശം 0.2%, ഏകദേശം 2700 റുപ്പീസ് എന്തോ ലോസ് വന്നിട്ടുണ്ട് ഇന്നത്തെ ട്രേഡിൽ. ഇന്നലെ നമ്മൾ ലോസാണ് ബുക്ക് ചെയ്തത്. പിന്നെ ഇന്നത്തെ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ട്രേഡ് ഒരു വി ഷേപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് വി ഷേപ്പിൽ മാർക്കറ്റ് റിക്കവർ ചെയ്തു. റിക്കവർ ചെയ്ത് കഴിഞ്ഞപ്പം എനിക്കൊരു അസംഷൻ ഉണ്ടായിരുന്നു, മാർക്കറ്റ് ഇനി ഇവിടുന്ന് ഹയറിലോട്ട് പോകണമെങ്കിൽ ഈ ഒരു വി ഷേപ്പ് റിക്കവറിയിലുള്ള ഈ ഒരു VIP ടാപ്പ് ചെയ്തിട്ടേ പോകത്തുള്ളൂ എന്നുള്ളൊരു അസംഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അസംഷൻ ബേസ് ചെയ്തിട്ടാണ് ഇവിടുന്ന് ഒരു റിജക്ഷൻ കണ്ടപ്പോൾ ഞാൻ ഇവിടുന്ന് ട്രേഡ് എടുത്ത് കുറച്ച് മൂവ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് പോയിട്ട് ഇൻസ്റ്റൻ്റ്ലി എൻ്റെ SL അടിച്ചു. SL അടിച്ചിട്ട് എൻ്റെ ടാർഗറ്റ് പോയി അടിച്ചു. ഞാൻ മാർക്കറ്റിൽ എൻ്റെ ആ ലോസ് ബുക്ക് ചെയ്ത് ഏകദേശം 0.47 അല്ലെങ്കിൽ 4,700 റുപ്പീസ് 900 റുപ്പീസ് ഉള്ള ലോസ് ഞാൻ ബുക്ക് ചെയ്തു. ഓൾമോസ്റ്റ് 0.5% ലോസ് ബുക്ക് ചെയ്തു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത പോലെ തന്നെ മാർക്കറ്റ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്തു. ഇത് എൻ്റെ SL അടിച്ചിട്ടാണ് പക്ഷെ പോയി ടാർഗറ്റ് അടിച്ചതന്നേ ഉള്ളൂ. നമ്മളിവിടെ ഇന്നത്തെ സെക്കൻഡ് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ എൻട്രി സെറ്റപ്പ് ആയിരുന്നു. ഈ വി ഷേപ്പിൽ ഇവിടെ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ എൻട്രി എടുക്കാമെന്നായിരുന്നു. പക്ഷേ ഇവിടുന്ന് എൻട്രി എടുക്കാനുള്ളൊരു പ്രോപ്പർ ഏരിയ നമുക്കിവിടെ കിട്ടിയില്ല. അപ്പം നമുക്ക് ഇവിടുന്ന് പ്രോപ്പർ എൻട്രി ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ടാർഗറ്റ് വെച്ച് നമുക്ക് 1:2 RR കിട്ടത്തില്ല. സോ ഇവിടെ ഒരു VIP ഇൻവേർഷൻ ഉണ്ടായിരുന്നു. ഈ VIP ഇൻവേർഷനിലാണ് നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുത്തത്. വളരെ ചെറിയ പോയിന്റുകളായിരുന്നു സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് നമ്മൾ ഇവിടെയാണ് പ്ലേസ് ചെയ്തത്. പക്ഷെ നമ്മൾ പ്രീമിയത്തിൽ നമ്മുടെ ഇത് ട്രെയിൽ ചെയ്തു, SL ട്രെയിൽ ചെയ്തു. മാക്സിമം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന അത്രയും ക്യാപ്ചർ ചെയ്തു. ഏകദേശം 17 പോയിന്റ്സ് എന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഏകദേശം 10,500 റുപ്പീസ് 700 റുപ്പീസ് എന്തോ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു ഈ ഒരു ട്രേഡിൽ. അതിനുശേഷം വന്ന ട്രേഡാണ് ഇത്. ഈ ഒരു സ്ട്രോങ് സപ്ലൈ ബേസിൽ ടാപ്പ് ചെയ്യാതെ കുറേ ഡിമാൻഡ് ബേസ് ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്, ലോ ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ട്രേഡ് എടുക്കാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്താൽ ഇവിടുന്ന് ട്രേഡ് എടുക്കാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. മാർക്കറ്റ് ഞാൻ ഉദ്ദേശിച്ച പോലെ ഈ ഒരു ഏരിയയിൽ ടാപ്പ് ചെയ്തു. പക്ഷെ ഞാൻ ഇവിടുന്ന് ട്രേഡ് പുഷ് ചെയ്തില്ല. കാരണം ഇവിടുന്ന് ചെറിയ SL ഉള്ളായിരുന്നു. എനിക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ട്രേഡ് പുഷ് ചെയ്യായിരുന്നു. പക്ഷേ നമുക്ക് മാക്സിമം ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ഒക്കെയാണ്. അതാണെങ്കിൽ 22 പോയിന്റ് ഒക്കെ സ്പോട്ടിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ പ്രീമിയത്തിൽ നല്ല മെൽറ്റിങ് സംഭവിക്കും. കാരണം ഫിക്സൊക്കെ 12 ഉള്ളൂ. അപ്പം പെട്ടെന്ന് നമ്മുടെ പ്രീമിയം മെൽറ്റായി പോകുമ്പോൾ നമുക്കൊന്നും കിട്ടത്തില്ല ഇവിടുന്ന് ട്രേഡ് എടുത്താലും. അതുകൊണ്ട് ഞാൻ ഈ ട്രേഡ് അവോയ്ഡ് ചെയ്തു. എന്നിട്ട് ഇവിടുന്ന് ഒരു ട്രേഡ് നോക്കാം എന്നുള്ളൊരു പ്ലാനില്ല. ഇവിടെ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ഇവിടെ വന്ന് ടാപ്പ് ചെയ്തു. ഈസി ട്രേഡായിരുന്നു. കുറച്ച് കൺസോളിഡേറ്റ് ചെയ്തു, എന്നാലും അതൊരു കുഴപ്പമില്ലാത്ത ട്രേഡായിരുന്നു. ഏകദേശം നല്ല പോയിന്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. നല്ല പോയിന്റ് എന്ന് വെച്ചാൽ പ്രീമിയം അത്യാവശ്യം മെൽറ്റിംഗ് ആയിരുന്നു. പക്ഷേ ക്വാണ്ടിറ്റി SL ഭയങ്കര സ്മോൾ ആയിരുന്നു. 5 പോയിന്റ്സ് SL ഉള്ളായിരുന്നു. ക്വാണ്ടിറ്റി അത്യാവശ്യം ആഡ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഏകദേശം 9 പോയിന്റ്സോ 10 പോയിന്റ്സോ എന്തോ ക്യാപ്ചർ ചെയ്തുള്ളൂ. പക്ഷേ അത്യാവശ്യം നല്ല പ്രോഫിറ്റ്. ഈ ഒരു ട്രേഡിൽ എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് ഏകദേശം 10,000 റുപ്പീസോ 10,125 റുപ്പീസ് എന്തോ പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ടോട്ടൽ എൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15,645 റുപ്പീസാണ്. അത് ആദ്യത്തേത് 4,000 ലോസ് ആയിരുന്നു. രണ്ടാമത്തേത് 10,000 പ്രോഫിറ്റ് ആയിരുന്നു. അതിൻ്റെ അടുത്തതും 10,000 പ്രോഫിറ്റ് ആയിരുന്നു. ഏകദേശം 15,000 പ്രോഫിറ്റ് ബുക്ക് ചെയ്തു.
ശേഷം പിന്നെ നമ്മൾ ട്രേഡ് നോക്കി മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടാർഗറ്റ് അടിച്ചതിന് ശേഷം ഞാൻ ഇവിടുന്ന് ഈ ഒരു ഏരിയയാണ് ടാർഗറ്റ് വെച്ചിരുന്നത്. പിന്നെ അതിന് ശേഷമാണ് ഞാൻ കണ്ടത് ഇപ്പോൾ ഇതൊരു ബിൽഡപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടല്ലോ. ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ ടാർഗറ്റ് വെച്ചു, മാക്സിമം കിട്ടാവുന്ന അത്രയും ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് ക്യാപ്ചർ ചെയ്തു, എന്നിട്ട് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. സോ ഇതാണ് ഇന്നലത്തെ ട്രേഡിൽ ഇന്നലെ ഞാൻ ലോസിലായിരുന്നു, ഇന്ന് പ്രോഫിറ്റിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഏകദേശം 15,000 റുപ്പീസ് പ്രോഫിറ്റിലാണ് ഇന്ന് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ ഏകദേശം 2,000 റുപ്പീസ് ലോസിലാണ് ക്ലോസ് ചെയ്യുന്നത്. സോ ഇതാണ് ഇന്നലത്തെ ട്രേഡിംഗ് സെറ്റപ്പ് ലോജിക്ക്.